കോവിഡ് കാലത്ത് തന്നെ നമ്മൾ കേട്ടതാണ് ഈ കോവിഡ് മഹാദുരന്തം, മഹാമാരിയെപ്പോലും പണമുണ്ടാക്കാനുള്ള ഒരു സൂത്രമായിട്ട്, ഒരു സാധ്യതയായിട്ട് ഈ സർക്കാരും ഇടതുമുന്നണിയും അല്ലെങ്കിൽ CPM കാണുന്നു എന്നത്. അന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ ഉയർന്നതാണ്. PPE കിറ്റ് വാങ്ങിയത് മാത്രമല്ല, ഇപ്പോൾ PPE കിറ്റിൻ്റെ വിഷയമാണ് പുറത്തു വന്നിരിക്കുന്നത്. PPE കിറ്റ് വാങ്ങിയത് മാത്രമല്ല, അതുപോലെ തന്നെ നിരവധി മരുന്നുകൾ വാങ്ങിയത് കാര്യത്തിലായിരുന്നാലും, സിറിഞ്ചുകൾ വാങ്ങുന്ന കാര്യത്തിലായിരുന്നാലും പിന്നെ അടിയന്തരമായിട്ട് വാങ്ങേണ്ടതുണ്ട്. കാരണം വലിയ മഹാമാരിയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ കണക്കുകൾ നോക്കേണ്ട കാര്യമില്ല, കൊട്ടേഷൻ കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. സത്യം തന്നെയാണ്, യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്ക് അത്യാവശ്യം അപ്പോൾ മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കണം, അവരെ സംരക്ഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ സംരക്ഷിക്കണം, അവരെ മറ്റ് രോഗങ്ങൾ ബാധിക്കാതെ അവരെ സംരക്ഷിക്കണം. ഇതെല്ലാം ഒരു സർക്കാരിൻ്റെ കടമ തന്നെയാണ്. അതുകൊണ്ടാണ് PPE കിറ്റ് 3 ഇരട്ടി വിലയ്ക്ക് വാങ്ങേണ്ടി വന്നതെന്ന് ന്യായീകരണം അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പിന്നെ ശൈലജ ടീച്ചർ പല തവണ പറയുന്നു. ഇപ്പോൾ ഇത് വിവാദമായപ്പോഴും അവരത് തന്നെ പറയുന്നുണ്ട്. അന്ന് ഇത്രയും വലിയ വില കൂടിയത് വാങ്ങണോ എന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചതാണ്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഇപ്പോൾ ജീവനക്കാരുടെ അതുപോലെ രോഗികളുടെയും ജീവൻ സംരക്ഷണമാണ് നമ്മുടെ ലക്ഷ്യം, പണമല്ല. അതുകൊണ്ട് എത്ര വില കൂടിയായാലും വാങ്ങിക്കോളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് വാങ്ങിയത് എന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്കതൊരു ഒരു 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 നിരുദ്രപരമായ സത്യസന്ധമായ ഒരു നിലപാടാണെന്ന് തോന്നാം. പക്ഷേ ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായ നിലപാട് ആയിരിക്കാം. പക്ഷേ ഇത്തരത്തിലൊരു അനുവാദം കൊടുത്തവരുടെ പിന്നിൽ ഉണ്ടായിരുന്നത് മറ്റ് ഗൂഢലക്ഷ്യം തന്നെയായിരുന്നു. വൻ അഴിമതി ഉണ്ടാക്കുക, എവിടെ ഒരു അവസരം കിട്ടിയാലും ആ അവസരത്തിനെ മുഴുവനും കമ്മീഷൻ അടിച്ചു മാറ്റാനുള്ള സൗകര്യമാക്കി മാറ്റുന്ന ഒരു പ്രവണത തുടക്കം മുതൽ ഈ ഗവൺമെൻറ് കാലത്ത് നമ്മൾ കണ്ടതാണ്. പലപ്പോഴും ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. ആ ആരോപണങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ പോലും അത്തരം ആരോപണങ്ങൾ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ മാധ്യമത്തിൽ വന്ന് പറയുന്നതല്ല, പ്രതിപക്ഷങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ ഏറ്റെടുത്ത് പറയുന്നത്. ഇനി ഞങ്ങളുടെ മേൽ ഒന്ന് കേസെടുക്കാൻ ഇനി വരണ്ട, പ്രതിപക്ഷം ഇത് തന്നെയാണ് പറയുന്നത്. വൻ അഴിമതി നടന്നിരിക്കുന്നു, എത്ര രൂപ പിന്നെ ഈ ഇതിന് കമ്മീഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പ്രതിപക്ഷങ്ങൾ പറയുന്നത്. എന്തായാലും 500 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് 2020 മാർച്ച് 28 അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി സർക്കാരിനെ അറിയിച്ചെന്ന് ബോധ്യപ്പെട്ടതായി CAG വ്യക്തമാക്കുന്നു. CAG ആണ്, അതായത് കൺട്രോൾഡ് ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഇപ്പോൾ ഈ PPE കിറ്റ് വാങ്ങലിൽ വൻ ക്രമക്കേട് എന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. അവരുടെ ബോധ്യം എന്ന് പറയുന്നത് 500 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് 2020 മാർച്ച് 28 അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി സർക്കാരിനെ അറിയിച്ചെന്നാണ് ഈ CAG വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് CAGയുടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇവരിൽ നിന്ന് 25,000 PPE കിറ്റ് വാങ്ങാൻ ആദ്യം ഓർഡർ നൽകിയെങ്കിലും 10,000 എണ്ണത്തിന് പർച്ചേസ് ഓർഡർ നൽകിയുള്ളൂ. നോക്കണം, CAGയുടെ കണ്ടെത്തലാണ്. CAG കറക്റ്റ് കണക്കുകൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതിനകത്തുള്ള അഴിമതി ഉണ്ടോ ഇല്ലെന്നും CAG പറയില്ല. എന്തായാലും 25,000 കിറ്റ്, ഇപ്പം 500 രൂപ വെച്ച് 25,000 കിറ്റിന് ഓർഡർ കൊടുത്തു. പക്ഷേ അവരിൽ നിന്നും 10,000 കിറ്റ് വാങ്ങിയുള്ളൂ. 10,000 കിറ്റ് വാങ്ങിയിട്ട് അവരിൽ നിന്നുള്ള പർച്ചേസ് നിർത്തി വെച്ചിട്ട് 2 ദിവസത്തിന് ശേഷം മാർച്ച് 30 1000 രൂപ കൂട്ടി 1,550 രൂപയ്ക്ക് PPE കിറ്റ് വാങ്ങി എന്നാണ് പിന്നെ സാൻ ഫാർമ എന്ന ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങി എന്നാണ് ഇപ്പോൾ CAG കണ്ടെത്തിയിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് അധികമായി നൽകിയത് പിന്നെ 1.51 കോടി രൂപ. മാർച്ച് തുടക്കത്തിൽ 450 രൂപയ്ക്ക് വാങ്ങിയ PPE കിറ്റ് മാർച്ച് അവസാനം 1,550 രൂപയ്ക്കാണ് വാങ്ങിയത്. അതും കുറഞ്ഞ നിരക്കിൽ നൽകാൻ സന്നദ്ധരായ കമ്പനികളെ ഒഴിവാക്കിക്കൊണ്ടാണെന്നാണ് ഇപ്പോൾ CAG കണ്ടെത്തിയിരിക്കുന്നത്. സൺ ഫാർമ മാത്രമല്ല, 800 രൂപ മുതൽ 1,550 രൂപ വരെ ഉയർന്ന വില കോട്ട് ചെയ്ത കമ്പനികളിൽ നിന്നടക്കം 2.5 ലക്ഷം കിറ്റുകളാണ് ഈ കാലയളവിൽ വാങ്ങിയത്. കോവിഡിനെ നേരിടാൻ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജമാകുന്നതിന്റെ ഭാഗമായി PPE കിറ്റുകളും N95 മാസ്കുകളും വാങ്ങാൻ KMSCL സർക്കാർ 2020 മാർച്ചിൽ പ്രത്യേക ഉത്തരവ് നൽകിയിരുന്നു. കൊട്ടേഷൻ ടെൻഡർ ഔപചാരികളിൽ നിന്നൊക്കെ അളവ് നൽകി. ഇതിന്റെ മറവിലായിരുന്നു പരിധി വിട്ട് വാങ്ങൽ. അവശ്യ സാധനങ്ങളുടെ വില
നിയന്ത്രണം ഉണ്ടായിരുന്നതിനാൽ കിറ്റിൻ്റെ വിപണി വില 545 രൂപയായി സർക്കാർ നിശ്ചയിച്ച കാലത്തായിരുന്നു ഇത് എന്ന് നമ്മൾ കാണുക. കോവിഡ് കാലത്ത് പർച്ചേസിന് മുൻകൂറായി 50% തുക മാത്രമേ നൽകാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചട്ടങ്ങൾ മറികടന്ന് സാൻ ഫാർമ കമ്പനിക്ക് മുഴുവൻ തുകയും നൽകി യൂണിറ്റിന് ഒന്നിന് 1550 രൂപ നിരക്കിൽ 15,000 കിറ്റുകൾ വാങ്ങുന്നതിന് മൊത്തം തുകയായ 2.32 കോടി രൂപ മുൻകൂറായി നൽകി. ഈ ജീവൻ രക്ഷാ മരുന്നുകൾ നൽകുന്ന, അടിയന്തരമായിട്ടുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ നൽകുന്ന കമ്പനികൾക്ക് പോലും മുൻകൂർ കൊടുക്കാറില്ല. അവർ കൊടുത്തു കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞ് കുടിശ്ശിക വന്നതിന് ശേഷമാണ് ഈ സർക്കാർ കൊടുക്കാറ്. പക്ഷേ ഇതിന് അപ്പോൾ തന്നെ കൊടുത്തു. എന്നാൽ സ്ഥാപനത്തിന് നൽകിയ ലെറ്റർ ഓഫ് ഇൻലൻഡിൽ, അതായത് LIO എന്ന് പറയുന്നതിൽ 50,000 യൂണിറ്റിനാണ് ഓർഡർ നൽകിയതെന്നും ഇതിൻ്റെ ആകെ മൂല്യമായ 9.35 കോടി രൂപ 25% മാത്രമേ, അതായത് 2.32 കോടി രൂപ മുൻകൂർ നൽകിയിട്ടുള്ളതെന്നുമായിരുന്നു സർക്കാർ നൽകിയ വിശദീകരണം. സർക്കാർ അതിന് കൂടുതൽ ഇതിനുള്ള തന്ത്രം എന്ന് പറഞ്ഞാൽ ഈ 25,000 കിറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 50,000 കിറ്റുകൾ വാങ്ങാനായിട്ട് ഓർഡർ കൊടുക്കുന്നു. എന്നിട്ട് ഈ 25,000 കിറ്റുകൾ മതിയെന്ന് കമ്പനിയോട് പറയുന്നു. അതിൻ്റെ വിലയായ 2 കോടി രൂപ അവിടെ കൊടുക്കുന്നു. അപ്പോൾ അത് എന്ത് പറയാം, അഡ്വാൻസ് ആണ്, 50,000ത്തിൻ്റെ അഡ്വാൻസ് ആണെന്ന് കണക്കിൽ കാണിക്കാം. പക്ഷേ അവരുടെ തുക മൊത്തം കൊടുക്കുന്നു. ഇതിൻ്റെ പിന്നിലെല്ലാം നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അരിയാരം കഴിക്കുന്ന ആർക്ക് മനസ്സിലാകും കൃത്യമായിട്ടും ഇതിനകത്ത് കാര്യമായ കളി, കമ്മീഷന്റെ കളി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും അന്നത്തെ അടിയന്തരമായ അവസ്ഥയിൽ, അതായത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നിൽക്കുമ്പോൾ അത്യാവശ്യം ചെയ്ത് പോയതാണെന്ന് വളരെ ഇന്നസെന്റ് ആയിട്ട് വന്നിരുന്ന് ശൈലജ ടീച്ചർ പറഞ്ഞാലും അത് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അതിന് അനുമതി നൽകിയത് മുകളിൽ നിന്നാണ്. മുകളിൽ നിന്നവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.